ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കള്ളപ്പമാണ്. അതിനായിട്ട് 2 ഗ്ലാസ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് 3-4 തവണ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. നമ്മൾ അരി കഴുകിയിട്ട് വേണം വെള്ളത്തിലിട്ട് വെക്കാൻ, അല്ലെങ്കിൽ കുതിർന്നതിന് ശേഷമാണ് കഴുകുന്നതിൽ അരി പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പം തന്നെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് 3-4 തവണ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി വെക്കാം. പച്ചരിയൊക്കെ കുതിരാൻ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂറായിട്ടുണ്ട്. അരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പം പച്ചരി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അരച്ചെടുക്കാനുള്ളത് 1 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, ഒരു 6 ചെറിയുള്ളി, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഈ കട്ട് ചെയ്ത വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചോറാണ്. ഒരു 5 ടേബിൾ സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട്. ചോറിന് പകരമായിട്ട് നമുക്ക് കപ്പ് കാച്ചി വേണമെങ്കിലും ചേർത്താൽ മതി. ഞാനിപ്പം ചോറാണ് ചേർക്കുന്നത്. അപ്പത്തിന് നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചോറ് ചേർക്കുന്നത്. ഇനി ഇതിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3/4 മുറി തേങ്ങയാണ്. ഇത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര വേണേൽ കുറച്ചുകൂടെ കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് അരയ്ക്കുമ്പോൾ ഒരുപാട് പേസ്റ്റ് പോലെ അരയ്ക്കണ്ട, കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. ഇപ്പം ഇതും അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഈസ്റ്റാണ്. 1 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈസ്റ്റൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ അപ്പത്തിൻ്റെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ട്രഡീഷണലായിട്ട് കള്ളപ്പം ഉണ്ടാക്കുമ്പം നമ്മൾ കള്ളാണ് ചേർക്കുന്നത്, പക്ഷേ ഞാനിപ്പോൾ ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് പുളിക്കാൻ വേണ്ടി വെക്കാം. കള്ളപ്പത്തിൻ്റെ മാവൊക്കെ അരച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി കള്ളപ്പം ചുടാനായിട്ടൊരു തവ അടുപ്പത്ത് വെക്കാം. ഈ മാവ് ചൂടായ തവയിൽ ഒഴിച്ചു കൊടുക്കാം. പരത്തണ്ട, തന്നെ സ്പ്രെഡ് ആയിക്കോളും. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വേവിക്കാനായിട്ട്. ഒരു വശം ഗോൾഡൻ കളറാകുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പം 2 സൈഡും പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതെടുക്കാം.
ഇതുപോലെ മുഴുവൻ മാവ് കൊണ്ട് അപ്പം തയ്യാറാക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കള്ളപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള കറിയുടെ കൂടെ ഇത് വിളമ്പാം. ഞാനിപ്പം ബീഫ് കറിയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്